മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് മാസം വളരെയധികം പ്രാധാന്യം നിറഞ്ഞതായിരിക്കും. ചില രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് സന്തോഷവും ചില നേട്ടങ്ങളും വരികയും അതുപോലെ തന്നെ ചില രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും വിഷമതകളും നേരിടേണ്ടി വരുന്നതുമായ ഒരു ഫെബ്രുവരി മാസം കൂടി കഴിയുകയാണ്. എന്നാൽ ഇനി വരുവാൻ പോകുന്ന മാർച്ച് മാസം വേദജ്യോതിഷ പ്രകാരം വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു മാസമാണ്. അതായത് വളരെയധികം വർഷങ്ങൾക്ക് ശേഷം ഈ മാർച്ച് മാസത്തിൽ മീനം രാശിയിൽ 6 ഗ്രഹങ്ങൾ ഒന്നിക്കുകയാണ്. ഇത് വളരെ അത്ഭുതകരമായും വളരെ വിരളമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗ്രഹങ്ങൾ മാർച്ച് മാസത്തിൽ ഒരുമിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനെ പല തലങ്ങളിലേക്കും മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഈ 4 രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന വളരെ പ്രാധാന്യം നിറഞ്ഞ എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ നടക്കുവാൻ പോകുന്ന രാഹു, ശുക്രൻ, ബുധൻ, സൂര്യൻ, ചന്ദ്രൻ, ശനി എന്നീ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഈ മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ ഒരു സ്ഥിരത കൈവരിക്കുവാനായി വളരെയധികം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതായത് സ്ഥിരതയുള്ള നല്ല ഒരു ജോലി എങ്ങനെയെങ്കിലും ശരിയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെല്ലാം വിപരീതമായി കയ്യിൽ വരുന്ന സമ്പത്ത് കൂടി ദുർച്ചിലവുകൾ കാരണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥയായിരുന്നു ഇതുവരെ. മാത്രമല്ല, വൈകുന്നേരം വീട്ടിൽ വന്ന് കയറിയാൽ ഒരു മനസമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഭൂരിഭാഗം മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മാർച്ച് മാസം മിഥുനം രാശിക്കാരായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളുടെ അവസാനമെന്നോണം ചില കാര്യങ്ങൾ നടക്കുവാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ജോലി നഷ്ടമാകുമെന്നുള്ള സാഹചര്യത്തിൽ വരെ നിൽക്കുന്ന ചില തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. വളരെയധികം വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഈ മാർച്ച് മാസത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ പ്രണയ സാഫല്യത്തിൻ്റെ സമയം കൂടിയാണ് ഈ മാർച്ച് മാസം. അതായത് വിവാഹ തടസ്സം നേരിട്ടിരുന്ന പല മിഥുനം രാശിക്കാർക്കും വിവാഹ തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില മംഗളകാര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ മാർച്ച് മാസം നടക്കും. അതുപോലെ തന്നെ മിഥുനം രാശിക്കാരുടെ സ്വഭാവത്തിലും വളരെയധികം മാറ്റങ്ങൾ ഈ ഗ്രഹസംയോഗം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വളരെയധികം ദേഷ്യം വരികയും
മറ്റുള്ളവരോട് വളരെ കടുത്ത ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെടും. വളരെ ശാന്തതയോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് നിങ്ങളെ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാര്യവും കൂടിയായിരിക്കും. നിങ്ങൾ ഇത്തരത്തിൽ ആത്മസംയമനം പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടാവേണ്ട പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകും. ഏറ്റവും അധികം മാനസിക സന്തോഷവും സമാധാനവും ഒക്കെ അറിയാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ മാർച്ച് മാസത്തിൻ്റെ തുടക്കം മുതൽ. ഇനി രണ്ടാമതായിട്ട്, ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസംയോഗം വളരെയധികം ജീവിതത്തിൽ ഉയർച്ചകൾ സമ്മാനിക്കുവാൻ പോകുന്ന രാശിക്കാർ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഈ കർക്കിടകം രാശിക്കാരായിട്ട് വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ കൊണ്ടും മാനസികമായി അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. അതായത് ബന്ധങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഈ ജീവിതം ഇനി എന്തായിത്തീരുമെന്ന് മനസ്സ് പിടയുന്ന പല ആളുകളും ഇന്നത്തെ അധ്യായം കേൾക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഭഗവാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. ചില കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് തന്നെ വന്നെത്തുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. കർക്കിടകം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രോജക്റ്റുകൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു സാമ്പത്തിക വരവ് ഈ മാർച്ച് മാസത്തോടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്കുണ്ടാകുന്ന ഈ സാമ്പത്തിക നേട്ടങ്ങളിലൂടെ മുഴുവനായിട്ടല്ലെങ്കിലും നിങ്ങളുടെ കടബാധ്യതകളിൽ ചിലത് പരിഹരിക്കുവാനുള്ള യോഗവും ഈ മാർച്ച് മാസം നിങ്ങൾക്ക് ലഭിക്കും. താരതമ്യേന മനസ്സിന് കൂടുതൽ സന്തോഷവും സമാധാനവുമൊക്കെ ഈ ഗ്രഹസംയോഗത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരും. ഇനി മൂന്നാമതായി, മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്ന 6 ഗ്രഹങ്ങൾ ഒന്നിക്കുന്ന അപൂർവ ഗ്രഹസംയോഗം വളരെയധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാർ മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വളരെയധികം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. അത് വിദ്യാർത്ഥികളായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും അതല്ല ജോലി തേടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കളാണെങ്കിലും ചില ഉയർച്ചകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ഈ മാർച്ച് മാസത്തിൽ വരുവാൻ പോകുന്നത്. എന്തുകൊണ്ടും മക്കളുടെ ഉയർച്ച നിങ്ങളുടെ ഭവനത്തിൻ്റെ യശസ്സിനെ തന്നെ ഉയർത്തുന്ന തരത്തിലായിരിക്കും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ മക്കളോടൊപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനും ധനുരാശിക്കാരായിട്ടുള്ള ആളുകളുടെ മാതാപിതാക്കൾക്ക് ഭാഗ്യം ലഭിക്കും. മാത്രമല്ല, വളരെ കാലമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും ചില തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കാര്യതടസ്സമെല്ലാം നീങ്ങി നിങ്ങളുടെ വിദേശയാത്രയ്ക്ക് വേണ്ട ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തെടുക്കുവാൻ ഈ മാർച്ച് മാസത്തിൽ കഴിയും. ഇത് നിങ്ങളുടെ ഭവനത്തിന് തന്നെ ഉയർച്ചയിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യവുമായിരിക്കും. അതോടൊപ്പം തന്നെ
സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് വളരെ കാലമായി മാറ്റിവെച്ചിരുന്ന നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചെടുക്കുവാനുള്ള ഭാഗ്യവും ഈ ഗ്രഹസംയോഗം കൊണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ധനുരാശിക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഈ മാർച്ച് മാസം തുടങ്ങുന്നതോടെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഇനി നാലാമതായിട്ട് ഈ മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്ന ഗ്രഹസംയോഗം ഭാഗ്യമായി വരുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വെച്ച് നോക്കുമ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്ത് വരാനാണ് എന്ന് ചിന്തിക്കുന്നവരാണ് മകരം രാശിക്കാരിൽ കൂടുതലും. അതിൽ നിങ്ങളെയും തെറ്റു പറയുവാൻ പറ്റില്ല. കാരണം അത്രയേറെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഗ്രഹസംയോഗം നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ദുഃഖങ്ങളും നിങ്ങളിൽ നിന്ന് അകന്ന് മാനസികമായ ഒരു സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ പോവുകയാണ്. മാത്രമല്ല, മകരം രാശിക്കാരായ പല ആളുകളുടെയും ജീവിതത്തിൽ ഒന്നിലധികം മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരിക്കും ഈ മാർച്ച് മാസം തുടങ്ങുന്നതിലൂടെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാതെ മുടങ്ങിക്കിടന്നിരുന്ന ചില സാമ്പത്തികമായിട്ടുള്ള ബോണസുകൾ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. മാത്രമല്ല, ഈ ഗ്രഹസംയോഗം കൊണ്ട് മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്കായി ചില സഹായങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യവും വരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈശ്വരാധീനം വളരെയധികം ലഭിക്കുന്ന തരത്തിൽ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുവാനും ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒക്കെ സന്ദർശിക്കുവാനും നിങ്ങൾക്ക് ഈ സമയത്ത് കഴിയും. അപ്പോൾ മാർച്ച് മാസം തുടങ്ങുവാൻ ഇനി വെറും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ നല്ല സമയം വരികയാണ് എന്നുള്ളത് ഈ 4 രാശിക്കാരും മനസ്സിലാക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.